വന്നിരിക്കുന്നത് അല്ലേ, അല്ലെങ്കിൽ ഇന്ന് എന്ത് എന്താ പറയുക ഒരു ടോപ്പിക്കായിട്ടായിരിക്കും ഇവിടെ വന്നിട്ടുണ്ടാവുക എന്നുള്ള ചെറിയൊരു ഡൗട്ടിലായിരിക്കും അല്ലേ. പ്രത്യേകിച്ച് അന്ന് ടോപ്പിക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ ഇരുന്ന് വീട്ടിലിരുന്ന് ചിന്തിക്കുമ്പോഴാണ് വീട് എന്നുള്ളൊരു കൊട്ടേഷൻ മനസ്സിൽ വന്നത് അല്ലേ. വീടെന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും നമ്മൾ ഓരോരുത്തരുടെയും മനസ്സിൽ അതൊരു പ്രത്യേക എന്താ പറയുക ഒരു വികാരമാണ് വീടെന്ന് പറയുമ്പോൾ തന്നെ അല്ലേ. ഭയങ്കരമായിട്ട് എന്താ പറയുക ഏതൊരു മനുഷ്യനും ആഗ്രഹിക്കുന്നതാണ് സ്വന്തമായിട്ടൊരു വീട് വേണം എന്നുള്ളത്. എല്ലാവരും അതിന് ഇന്ന ആൾക്കാരെന്നോ അങ്ങനത്തെ ഒരു വ്യത്യാസമില്ല. ഏതൊരാളും അവിടെ എന്താ പറയുക ഒരു ഫിനാൻഷ്യൽ എന്നുള്ളൊരു സംഭവത്തിന് അവിടെ ഒരു പ്രസക്തിയേ ഇല്ല. കാരണം നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നത് നമ്മുടെ സ്വന്തമായിട്ടുള്ള ഒരു വീട്ടിൽ നമ്മൾ കിടന്നുറങ്ങണം. നമ്മൾ അതിൻ്റെ ഒരു സന്തോഷം അത് വേറെ തന്നെയാണ് അല്ലേ. അപ്പോൾ ഈ വീടെന്ന് പറയുമ്പം ഇങ്ങനെ ചിന്തിച്ചപ്പോൾ ഞാൻ അപ്പോൾ എന്തുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടേത് വീടിനൊരു ചെറിയ പ്രത്യേകതയൊക്കെ ഉണ്ട്. അപ്പോൾ ആ വീട് നിങ്ങളുടെ മുമ്പിൽ ഒന്ന് കാണിച്ചാലോ എന്ന് ഒരു ആഗ്രഹം അപ്പോഴാണ് തോന്നിയത്. അപ്പോൾ വീടെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ വിചാരിച്ചോ ഈ വീട് എന്താ വലിയ സംഭവം വീടൊന്നുമല്ല. പക്ഷേ അതിന് പ്രത്യേകത എന്താ വെച്ചാൽ ഞങ്ങളുടെ വീട് എന്ന് പറഞ്ഞാൽ ഒരു ലിമിറ്റഡ് ഏരിയ, അതായത് വെറും ഒരു 3 സെന്റിൽ ഉണ്ടാക്കിയൊരു വീടാണ്. അപ്പം 3 സെന്റിലെ വീടെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ചിലർക്ക് അതൊരു കുത്തിരിയായിട്ടും തോന്നിക്കൊള്ളണമെന്നില്ല. പക്ഷേ ഞങ്ങളെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരുപാട് സ്വപ്നങ്ങൾ, ഞാനും എൻ്റെ ഹസ്ബൻഡ് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് എന്താ പറയുക ഒരുപാട് ആഗ്രഹങ്ങൾ, നമുക്ക് അങ്ങനത്തെ ഒരു വീടൊക്കെ ഭാവിയിൽ ചെയ്യണം. പക്ഷേ ഇന്നത്തെ കാലത്ത് നമ്മൾ ഒരു പ്ലോട്ട് വാങ്ങിയിട്ടൊരു വീട് വെക്കുകയാണ്, ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു ഗെറ്റ് പ്രാക്ടിക്കൽ ആവില്ല. മീൻസ് അത്യാവശ്യം ഒരു ആവറേജ് ഫാമിലിക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്, ഞങ്ങളെ സംബന്ധിച്ച് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ ചിന്തിച്ചത് എന്തുകൊണ്ട് നമുക്ക് മാറി ചിന്തിച്ചുകൂടാ, ഉള്ള സ്ഥലത്ത് ഉള്ള രീതിയിൽ നമുക്ക് കുറച്ച് വെറൈറ്റി ആയിട്ട് ഒരു വീടുണ്ടാക്കിയാലൊന്നൊരു ചിന്ത വന്നത്. അപ്പോഴാണെങ്കിൽ ഞങ്ങൾക്ക് ഹസ്ബൻഡിൻ്റെ വീടിൻ്റെ സൈഡിൽ ചെറിയൊരു പ്ലോട്ട് ഉണ്ട്. ചെറിയ പ്ലോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും 3 സെൻറ്റേ ഉള്ളൂ. അപ്പോൾ ആ 3 സെൻറ്റ്, 3 കുറച്ചും പേരെന്ന് പറയാം, ആ 3 സെൻറ്റിലൊരു വീട്. അപ്പോഴും ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു. ഈ വീടിൽ നമുക്ക് വേണ്ട റിക്വയർമെൻറ്റ്സ്, നമ്മുടെ ആവശ്യങ്ങളൊക്കെ നമുക്കതിൽ നിറവേറ്റാൻ പറ്റുമോ, നമുക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ട്, അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്കിതിൽ ചെയ്യാൻ പറ്റുമെന്നുള്ള ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇരുന്ന് ഹോംവർക്ക് ചെയ്യാൻ തുടങ്ങി. എന്ത് ചെയ്യണം നമ്മൾ ഈ ഒരു വീടിന്, അങ്ങനെ സാധാരണ രീതിയിലുള്ളൊരു എന്താ പറയുക ഒരു കണ്ടംപററി ടൈപ്പിലൊരു വീടിനോട് ഞങ്ങൾക്ക് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. മനസ്സിലുണ്ടായിരുന്നത് ഒരു എന്താ പറയുക ട്രഡീഷണൽ ആയിട്ടുള്ള നല്ല ക്ലാസിക് ആയിട്ടുള്ളൊരു വീട് വെക്കണം എന്നായിരുന്നു. പക്ഷേ പറ്റില്ല. അപ്പോൾ ഒരു 4 കെട്ടുള്ളൊരു വീടൊക്കെ ഒരു 3 സെൻറ്റിൽ പ്രാക്ടിക്കൽ അല്ല സ്വാഭാവികമായിട്ടും. അപ്പോൾ വീണ്ടും ഞങ്ങൾ ഇരുന്ന് വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങി എന്ത് ചെയ്യും എന്നുള്ളത്. ഒരുപാട് ഞങ്ങൾ നെറ്റിലൊക്കെ സെർച്ച് ചെയ്ത് അങ്ങനെയൊക്കെ ആയിട്ട് ഞങ്ങൾ ഒരു ഫൈനൽ എന്താ പറയുക ഒരു എലിവേഷൻ ഞങ്ങൾക്ക് കിട്ടി. അതിനനുസരിച്ച് ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാൻ ഞങ്ങൾക്ക് പറ്റിയ ഒരു കോൺട്രാക്ടറെ ഞങ്ങൾക്ക് കിട്ടി. ബാക്കിയുള്ളത് മൊത്തം നടന്നിരുന്നത് എന്താണ്, വീട്ടിലിരുന്നുള്ള വർക്കൗട്ടാണ്. ഞങ്ങൾ വേറെ ഒന്നും ക്ലെയിം ചെയ്യല്ല, നമ്മൾ നമ്മുടെ ഐഡിയ അല്ലെ, ശരിക്കും നമ്മുടെ വീടുണ്ടാക്കുമ്പോൾ നമ്മളുടേതായ ആഗ്രഹങ്ങളും നമ്മുടെ ഐഡിയാസും അതിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ സത്യം പറഞ്ഞാൽ ആ വീട് നമുക്ക് ഭയങ്കര അറ്റാച്ച്മെൻ്റ് ആയിരിക്കും നമുക്ക് ആ വീടിനോട്. കാരണം നമ്മളൊരു വീട് റെഡിമെയ്ഡ് ആയിട്ട് ഒരു ഫ്ലാറ്റ് വാങ്ങിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടേതായ രീതിയിലുള്ള ഒരു കൺസ്ട്രക്ഷൻ ആയിരിക്കും. പക്ഷേ നമ്മൾ തന്നെ അതിന് വേണ്ടിയിട്ടില്ല. അതിൽ നിങ്ങൾക്ക് പലർക്കും അത് അറിയാവുന്ന കാര്യമായിരിക്കും, പലരും അതേപോലെ തന്നെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നെന്താണെന്ന് വെച്ചാൽ, അപ്പോൾ ഉള്ളൊരു സ്ഥലത്ത് 3 സെന്റ് ആണെങ്കിലും ആ 3 സെന്റിനുള്ള വീടിനെ നമുക്ക് എങ്ങനെ മനോഹരമായിട്ട് സെറ്റ് ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ മനോഹരമായിട്ട് അതിൻ്റെ എലിവേഷനും അതിൻ്റെ ഇൻറ്റീരിയറും ഒക്കെ ചെയ്യാം എന്നുള്ളത് അതൊരു എന്താ പറയുക ഒരു സംഭവം തന്നെയാണ് സത്യം പറഞ്ഞാൽ. അപ്പം അതിനുള്ള സത്യം പറഞ്ഞാൽ ഈ വീടിൻ്റെ മിക്ക എലിവേഷൻ എന്ന് പറയുന്നില്ല, അതിൻ്റെ ഇൻറ്റീരിയറിൽ നമ്മൾ ഡിസൈനിങ്ങും കാര്യത്തിലൊക്കെ ആയിട്ട് ഹസ്ബൻഡാണ് മെയിൻലി ആയിട്ട് ഫോക്കസ് ചെയ്തത്. 24 മണിക്കൂർ ഞാൻ എവിടെ നോക്കിയാലും ഞാൻ ഇരുന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. 24 മണിക്കൂർ ഇതെന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം മേ ബി അതിൻ്റെ എൻഡ് പ്രോഡക്റ്റ് അങ്ങനെ ആയതുകൊണ്ട് നമുക്കും സന്തോഷമുണ്ട് സത്യം പറഞ്ഞാൽ. അതായത് നമ്മൾ ഫുൾ ടൈം അതിലേക്ക് ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്ത കാര്യങ്ങളാണ്. അപ്പോൾ ഈ വീടിനെ സംബന്ധിച്ചപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് എന്താണ്, ഞങ്ങളുടെ ഈ കുഞ്ഞു വീട്ടിലെ ഡിസൈൻ ഇൻറ്റീരിയർ എങ്ങനെയാണ് ഞങ്ങൾ ചെയ്തിരിക്കുന്നത്, അതിലെങ്ങനെയാണ് ഞങ്ങൾ ഓരോ കാര്യങ്ങളും ഞങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്, അതിൻ്റെ എന്താ പറയുക ഞങ്ങൾ അതിൽ ചെയ്തിരിക്കുന്ന വാർഡ്രോബ് ആണെങ്കിലും അതിൻ്റെ ഇൻറ്റീരിയർ ഡിസൈനിങ് ആണെങ്കിലും എങ്ങനെ നമ്മൾ ഈ ഒരു കുഞ്ഞു സ്പേസിനെ അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും എന്നുള്ളത് നിങ്ങളുടെ മുമ്പിൽ ഒന്ന് കാണിച്ചു തരാണ്. ആർക്കെങ്കിലും ഉപകാരപ്പെടുകയാണെങ്കിൽ അത് നല്ല കാര്യമല്ലേ. അപ്പം ഇതാണ് ഞങ്ങളുടെ കുഞ്ഞി എന്താ പറയുക മെയിൻ ഹാൾ ഡൈനിങ് ഹാൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ മെയിൻ ഡോർ കയറി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് കാണാവുന്ന ഒരു മെയിൻ കാണിക്കുന്നത് നമ്മുടെ പൂജാ റൂമാണ്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു ഞങ്ങൾക്ക് പൂജാ റൂമായിട്ട് സെറ്റ് ചെയ്യാൻ ഒരു സ്ഥലമൊന്നും ഇല്ല, അതുകൊണ്ട് എന്ത് ചെയ്തു പൂജാ റൂം മറ്റും ഒഴിവാക്കാനും വയ്യ. പിന്നെ മാത്രമല്ല നമ്മുടെ ഹിന്ദു കോൺസെപ്റ്റ് പ്രകാരം പൂജാ റൂം എപ്പോഴും കിഴക്കോട്ടായിരിക്കും. അപ്പോൾ നമ്മുടെ വീട് എന്ന് പറഞ്ഞത് കിഴക്ക് ഭാഗം ആ ഭാഗത്തായതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് ഞങ്ങൾ പൂജാ റൂമിൽ ബോർഡ് വർക്ക് വെച്ചിട്ട് ഞങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചു.
അപ്പം അതിന് ഡോറില്ലേ, നമ്മൾ ഒരിക്കലും പൂജാമുറി അടച്ചു വെക്കരുത്, അങ്ങനെയൊക്കെ വിശ്വസിക്കുന്നവർ പലരും ഉണ്ട്. ഞാനും ആ വിശ്വാസത്തിലുള്ള ഒരാളായതുകൊണ്ട് തന്നെ. പക്ഷെ തുറന്നു വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പൊടിയും മറ്റൊക്കെ വരുന്നുള്ളതുകൊണ്ട് ഒരു ജാലിക്കെട്ട് വെച്ചിട്ടുള്ള, അതായത് അതൊക്കെ ഒരു നോർത്ത് ഇന്ത്യൻ കോൺസെപ്റ്റ് ആണ് സത്യം പറഞ്ഞതൊക്കെ. അവിടത്തെയൊക്കെ പല വീടുകളിലും പൂജ റൂം അല്ലെങ്കിൽ എന്നൊക്കെ പറയുന്നത് ജാലിക്കെട്ടുള്ള കുഞ്ഞു കുഞ്ഞു ഡോർസ് ഒക്കെയാണ്. അപ്പൊ അത് മനസ്സിലുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ പൂജാ റൂമിന്റെ ഡോറും ഏകദേശം ഇതുപോലെ തന്നെ ആവണം എന്നുള്ളൊരു ആഗ്രഹം. അപ്പൊ ജാലിക്കെട്ടൊക്കെ വെച്ചു. നിങ്ങൾക്ക് കാണാം അത് 2 സൈഡ് ഡോറൊക്കെ ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്തു. 2 സൈഡ് ഡോർ നമ്മൾ നമ്മുടെ ഇഷ്ടഭഗവാനുകളൊക്കെ ആയിട്ട് ഇതിൽ കയറ്റി വെച്ചിട്ടുണ്ട്. കൃഷ്ണനും എല്ലാവരും ഉണ്ട്, ഗണപതിയും ഒക്കെ ഉണ്ട്. പിന്നെ ഇതിന്റെ പ്രത്യേകത വെച്ചാല് ഇതിന്റെ താഴെ നമ്മൾ ഒരു സ്പേസും നമുക്ക് എന്താ പറയാ വെറുതെ വിടാൻ പറ്റില്ല. നമുക്ക് എല്ലാം വേണ്ടത് എന്താണ്, നമുക്ക് ചെറിയ സ്ഥലം ആയതുകൊണ്ട് തന്നെ മാക്സിമം സാധനങ്ങൾ അതിനുള്ളിൽ ഇൻക്ലൂഡ് ചെയ്യണം, അല്ലെങ്കിൽ മാക്സിമം സ്റ്റോറേജ് കപ്പാസിറ്റി വേണം എന്നുള്ളത് കൊണ്ട് തന്നെ ഇങ്ങനെ 2 ഡോറും കൂടി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതിലാണ് നമ്മളുടെ എന്താ പറയാ പൂജ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും, അഷ്ടമംഗല്യം, അങ്ങനത്തെ വിളക്കുകൾ, കിണ്ടികൾ, അങ്ങനത്തെ എല്ലാ പറ ഒക്കെ എല്ലാ സാധനങ്ങളും നമ്മൾ ഇതിലാണ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പം പൂജയായിട്ട് അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും തന്നെ തപ്പം നമുക്ക് വേറെ എവിടെ ഓടണ്ട. ഇതിനുള്ളിലേക്ക് ഈ ഒരു പാക്ക് ഞങ്ങൾ എന്ത് ചെയ്തു, അങ്ങോട്ട് കോമ്പാക്ട് ആക്കി ഒരു പൂജ ഏരിയ ആയിട്ട് അങ്ങോട്ട് മാറ്റി വെച്ചു. പിന്നെ വരുന്നതാണ് ഈ ഒരു സൈഡ് പൂജാ റൂമിൽ. സ്വാഭാവികമായിട്ടും നമ്മൾ ഇങ്ങനത്തെ ഒരു എന്താ പറയുക ഒരു ക്ലാസിക് ട്രഡീഷൻ, നിങ്ങൾക്ക് ഇതിന്റെ എലിവേഷൻ, പൂജാ റൂമിന്റെ എലിവേഷൻ നോക്കിയാൽ തന്നെ അറിയാം. നമ്മൾ അങ്ങനെ കുറച്ചൊരു ക്ലാസിക് ആയിട്ടുള്ള എലിവേഷനും കാര്യങ്ങളും കൊടുത്തു, നടുവിൽ ചെറിയൊരു കുഞ്ഞു മണിയൊക്കെ വെച്ചിട്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇതിന്റെ 2 സൈഡിലേക്കും ഒരു എക്സ്റ്റൻഷൻ കൊടുത്തു. അത് സത്യം പറഞ്ഞാല് നമുക്ക് ഈ ബോർഡ് വർക്ക് ചെയ്ത ആൾക്കാരുടെ ഒരു എന്താ പറയാ അവർക്ക് ആ സമയത്ത് തോന്നി അവരുടെ ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഐഡിയ. നമ്മൾ ഒരിക്കലും അവരോട് അത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അവർ പറഞ്ഞു ഇങ്ങനെ ഒഴിഞ്ഞു കിടന്നാൽ കുറച്ചും കൂടി എന്താ പറയാ ഒരു നിങ്ങൾ ഇത്രയും ചെയ്തതിന് ഒരു ലുക്ക് പോയി പോകും. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമുക്ക് 2 സൈഡിലും ഇങ്ങനെ ഒരു എക്സ്റ്റൻഷൻ കൊടുക്കുക. സ്വാഭാവികമായിട്ടും ഞങ്ങൾ ചിന്തിച്ച് നോക്കി അതിൻ്റെ മുകളിൽ ഞങ്ങൾക്ക് സാധനങ്ങളൊക്കെ വെക്കാനുള്ള സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, 2 സൈഡിലും ഇങ്ങനത്തെ ഒരു എക്സ്റ്റൻഷൻ കൂടി വന്നു. പിന്നെ ഒരു നിർബന്ധമായിരുന്നു, ഇങ്ങനത്തെ പെയിന്റിങ്സിനോട് ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾക്ക് 2 പേർക്കും. അപ്പൊ അങ്ങനത്തെ ഒരു പെയിന്റിങ് വേണം. അപ്പൊ ഞങ്ങളൊക്കെ എന്താ വെച്ചാല് വീട് പണി തുടങ്ങുന്ന ആ ഒരു ടൈം തൊട്ടേ നമ്മൾ ഓരോ ദിവസവും വർക്കൗട്ട് ചെയ്യാന്ന് പറഞ്ഞു. നമ്മൾ എന്നും ഓരോ പിക്ചേഴ്സും ഒക്കെ നോക്കി അങ്ങനത്തെ പിക്ചേഴ്സ് നമ്മളെ വീട്ടിൽ ഏതേത് പൊസിഷനിൽ ഏതൊക്കെ പിക്ചേഴ്സ് വെക്കണം എന്നുള്ളതൊക്കെ മനസ്സിലൊരു എന്താ പറയുക ആദ്യം ഞങ്ങളൊന്ന് കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ സാക്ഷാൽ ശ്രീകൃഷ്ണ ഉണ്ണിക്കണ്ണനെയൊക്കെ നമ്മളിവിടെ വെക്കണം, അതിലൊരു കോംപ്രമൈസും ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനത്തെ ഒരു എന്താ പറയുക ഒരു പെയിന്റിങ് അവിടെ വെച്ചിട്ടുണ്ട്. ഇത് എന്താ പറയുക ഷീറ്റാണ്, മറ്റേ ഫ്ലക്സും കാര്യങ്ങളൊന്നും അല്ല, ക്ലോത്തിലുള്ള പെയിന്റാണ്. പിന്നെ പിന്നെ ഇങ്ങനത്തെ ഒരു 2 സൈഡിലും അതിന് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. ഇതിലൊക്കെ നമ്മൾ ഇതൊക്കെ സ്റ്റോറേജ് കപ്പാസിറ്റി ഉള്ളതാണ്. നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ സ്റ്റോർ ചെയ്യാം. സ്വാഭാവികമായിട്ടും നമ്മൾ എന്താ നമ്മുടെ മെയിൻ പേർപ്പസ് എന്ന് പറഞ്ഞാൽ നമുക്ക് അല്ലേ ഒരുപാട് സാധനങ്ങളൊക്കെ എവിടെയെങ്കിലും ഒളിപ്പിച്ച് വെക്കാനുണ്ടോ. അപ്പൊ അങ്ങനത്തെ സാധനത്തിൽ നമുക്ക് നല്ല രീതിയിലുള്ള എന്ത് വേണം, ഒരു മറ വേണം. സ്വാഭാവികമായിട്ടും ഞങ്ങളുടെ ഇത് 2 തുറന്നു കാണിക്കാൻ ഇപ്പൊ നിർവാഹമില്ല, കാരണം ആകെ കുളമായി കിടക്കുകയാണ്. അപ്പൊ ഇങ്ങനത്തെ 2 സ്റ്റോറേജ് കപ്പാസിറ്റി അല്ലെങ്കിൽ 2 സൈഡിലും ഉണ്ട്. അത്യാവശ്യം നമുക്ക് വേണ്ട മരുന്നുകളാണെങ്കിലും എല്ലാ കാര്യങ്ങളും നമ്മൾ ഇവിടെയാണ് സ്റ്റോർ ചെയ്യുന്നത്. പിന്നെ ഉള്ളത് ഇയാളെയൊക്കെ സത്യം പറഞ്ഞാല് ഞാൻ പറഞ്ഞില്ല, ഞങ്ങളുടെ വീടിന്റെ കുറ്റിയടിക്ക് വാങ്ങിച്ച് പെട്ടിയിലാക്കി വെച്ചതാണ് ഈ ഭഗവാന്. നമ്മള് ഗുരുവായൂർ പോയി, അവിടെ ഗുരുവായൂർ ഒരു ഹോൾസെയിൽ ഷോപ്പ് ഉണ്ട്, അയ്യപ്പൻ നായർ ഒരു ഹോൾസെയിൽ ഷോപ്പ് ഉണ്ട്. അപ്പൊ അവരെ അടുത്ത് പോയിട്ട് നമ്മള് ഈ കൃഷ്ണനെ അതായത് സാധാരണ എല്ലായിടത്തും കാണുന്നത് ഇങ്ങനെ നിൽക്കുന്ന ഇതിന് കുറച്ചും കൂടി എന്താണെങ്കിലും എനിക്ക് ഭയങ്കര ഒരു ക്യൂട്ട്നെസ് തോന്നി അല്ലെ, എവിടേക്കോ എന്തൊക്കെയോ ഒരു ഓമനത്വം തോന്നുന്നുണ്ട്. ഇങ്ങനെ ഓടക്കൊള്ളിൽ വായിച്ചിരിക്കുന്ന ഉണ്ണിക്കണ്ണനല്ല, നേരെ മറിച്ച് കുറച്ചും കൂടി എന്താ പറയുക എന്തോ ഒരു ലുക്ക് തോന്നി എനിക്ക്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു ഉണ്ണിക്കണ്ണനെ മതി. അത് വലിയ റേറ്റ് ഒന്നും ഇല്ല, നമുക്ക് ഏകദേശം ഒരു 3000-4000 റേഞ്ചിൽ ഈ ഉണ്ണിക്കണ്ണനെ ആയിട്ടുള്ളൂ. അപ്പം ഇതാണ്. പിന്നെ ഇത് അങ്ങനത്തെ ഹാങ്ങിങ്സ് ഒക്കെ ഇതൊക്കെ വീടിന്റെ ഉള്ളിൽ ഞങ്ങൾ വല്ലാതെ എന്താ പറയാ ക്ലാസിക്കിലോട്ട് ഫോക്കസ് ചെയ്തിട്ടില്ല. ക്ലാസിക് കം കണ്ടംപററി ആയിട്ടാണ് നമ്മുടെ ചില സിറ്റിങ്സ് ഒക്കെ. അപ്പം ഇങ്ങനത്തെ ഹാങ്ങിങ്സ്, ബുദ്ധന്റെ ഹാങ്ങിങ്സും കാര്യങ്ങളൊക്കെ നമ്മൾ കോഴിക്കോടിലെ ഹൈലൈറ്റ് മൈറ്റ് ഹോം സെന്ററിലാണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ഫോട്ടോ ഫ്രെയിം ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഫോട്ടോ ഫ്രെയിം ഒക്കെ പറയുമ്പോൾ നമ്മൾ ഓൾറെഡി മൈൻഡിൽ പിക്ചേഴ്സ് വെച്ചിട്ടുണ്ട്, എന്ന ഫ്രെയിം വേണം, അതായത് യൂഷ്വലി കാണുന്ന സീനറീസ് ഒന്നും വേണ്ട, നമുക്ക് കുറച്ചും കൂടി എന്താ പറയുക ഒരു വെറൈറ്റി ആയിട്ടുള്ള സംഭവങ്ങൾ വേണം. അത് വെറൈറ്റി ഓരോ സ്ഥലത്ത് എങ്ങനെയൊക്കെ വെക്കണം എന്നൊക്കെ പ്രീ പ്ലാൻഡ് ആയിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു പറയൂ. നമ്മളതൊക്കെ ഒരുപാട് കാലമായിട്ട് മനസ്സിലിങ്ങനെ കൊണ്ടെടുക്കുകയാണ് അല്ലേ. ഈവൻ എന്ത് ചെയ്യുമ്പോഴും എവിടെ പോയി ഇപ്പോൾ ഹോട്ടലിൽ പോയി ഫുഡ് കഴിക്കുമ്പോഴും കൂടി നമ്മൾ എന്താ ഇതിനെ പറ്റി ചിന്തിച്ചോണ്ടിരിക്കുന്നത്, ഏത് ഫോട്ടോ എവിടെ വെക്കണം, അല്ലെങ്കിൽ എന്ത് സാധനം എന്ത് ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും വീടിന്റെ ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്യേണ്ടത്, ഇതൊക്കെ നമ്മൾ ഇങ്ങനെ ആലോചിച്ച് നമ്മൾ എന്തൊക്കെ തന്നെ ഇങ്ങനത്തെ എന്താ പറയുക ട്രൈബൽ ലേഡീനെ കൊണ്ടുവച്ചിട്ട് ഒക്കെ എന്താ പറയുക സ്ഥിരം കാണുന്നത് വേണ്ട, കുറച്ചും കൂടി ഒരു വെറൈറ്റി ആയിട്ട് നിന്നോട്ട് എന്നുള്ള ട്രൈബൽ ലേഡീനെ വെച്ചു. അതെ, ചെന്നൈയിൽ പോയപ്പോ ഏട്ടൻ ചെന്നൈയിലുണ്ടായിരുന്നു. അപ്പൊ ഏട്ടൻ ചെന്നൈയിലായിരുന്നു.
അപ്പോൾ ഞങ്ങൾ അവൻ്റെ അടുത്ത് പോയി ഷോപ്പിംഗ് രീതിയിൽ പോയതാണ്. അപ്പോൾ അങ്ങനെ പോയി ഇപ്പോൾ അവിടുത്തെ മാളിലൊക്കെ ഇങ്ങനെ പോയപ്പോൾ അവിടെ ശരവണഭവൻ എന്ന് പറഞ്ഞ വലിയൊരു മാളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ പോയപ്പോൾ പലർക്കും അറിയുന്നുണ്ടാവും അല്ലേ, മെയിൻ ചെന്നൈയിലൊക്കെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ശരവണ സ്റ്റോഴ്സ് ആണ്. അപ്പോൾ ശരവണ സ്റ്റോഴ്സിൽ എന്താ പറയുക, അച്ഛനും അമ്മേനെ വെച്ച് എല്ലാം കിട്ടും എന്നൊക്കെയാണ് പറച്ചില്. അപ്പോൾ അവിടുത്തെ സംഭവങ്ങളും വളരെ ചീപ്പാണ്. അതേപോലെ തന്നെ ഞാൻ വീട്ടിൽ വേണ്ട കാര്യങ്ങൾ ഞങ്ങൾ ഓൾറെഡി പ്രീ പ്ലാൻഡ് ആയിരുന്നു. ഈ ഉറുമ്പ് ഇങ്ങനെ കൂട്ടി ഉണ്ടാക്കുന്ന പോലെ ഓരോന്നും കൂട്ടി ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്തു, ഇതൊക്കെ ഒരു ലിസ്റ്റ് ഡൗൺ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീട് ആരെങ്കിലും ഉണ്ടാക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ നമ്മളൊരു എന്താ പറയുക, ഒരു ആവറേജ് ഫാമിലി ആണെങ്കിൽ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ലിസ്റ്റ് ഡൗൺ ചെയ്യുക. നമുക്ക് നമ്മുടേതായ സ്വപ്ന വീട് സാക്ഷാത്കരിക്കണമെന്നുണ്ടെങ്കിൽ അത് നമുക്കൊരു എന്താ പറയുക, ഒരു ലിസ്റ്റിംഗ് വേണം, നമ്മൾ എന്തൊക്കെ ചെയ്യണം. അല്ലെങ്കിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് മൊമെന്റിൽ നമുക്കത് ഭയങ്കര ബേർഡൻ ആയിരിക്കും. കാരണം ഫിനാൻഷ്യൽ ആയിട്ടൊക്കെ നമ്മൾ ആ ലാസ്റ്റ് മൊമെന്റിൽ അത് ഭയങ്കര ടൈറ്റ് ആയിരിക്കും. അപ്പോഴേക്കും നമുക്ക് ഈ എക്യുപ്മെന്റ്സ് ഒക്കെ അല്ലെങ്കിൽ ഈ ഒരു സംഭവങ്ങളൊക്കെ വാങ്ങിക്കാൻ പ്രയാസമായിരിക്കും. അപ്പോൾ നമ്മൾ ആദ്യം അതൊക്കെ ലിസ്റ്റ് ഡൗൺ ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അതിനനുസരിച്ച് നമ്മളുടെ എന്താ പറയുക, അതിനനുസരിച്ച് കുറച്ച് മാറ്റി വെച്ചിട്ടൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് അത്ര ഒരു ബേർഡൻ ആയിട്ട് ഫീൽ ഇല്ല. അപ്പം ഞങ്ങൾക്കും അതുകൊണ്ടാണ്. അപ്പം നിങ്ങൾ ഇതൊക്കെ സെറ്റപ്പ് ഇങ്ങനെയൊക്കെ വാങ്ങിച്ചു വെച്ചിരിക്കുകയാണോ വെച്ചാൽ അല്ല, ഇതൊക്കെ നമ്മളുടെ ഒരു കൊല്ലത്തെ എന്താ പറയുക, ഉറുമ്പ് കൂട്ടി വെക്കുന്നത് കൂട്ടി ഉണ്ടാക്കിയ സംഭവങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഉള്ളത് ഈ ഒരു വിളക്കാണ്. അത്യാവശ്യം എന്താ പറയുക, ഞാൻ പറയട്ടെ, ക്ലാസ്സിൽ പോയപ്പോൾ എൻ്റെ അമ്മ എനിക്ക് തന്ന ഒരു സമ്മാനമാണ് ഈ വീടിൻ്റെ താമസ സമയത്ത്. ഇത് ഞങ്ങളുടെ ഒരു കുഞ്ഞി ഫോട്ടോ ആണ്. ഞങ്ങളുടെ പഴയ ഓർമ്മകൾ എന്നും കുട്ടികൾ പെട്ടെന്ന് വലുതായി പോകുക. അപ്പം അവരെന്നും നമ്മുടെ മുമ്പിൽ ആ ഒരു കുട്ടിത്തം എപ്പോഴും നിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, മക്കളെ ഫോട്ടോയും നമ്മളും കൂടി ചേർന്ന ഫോട്ടോസ് അങ്ങനെ അടിച്ച് ചുമരിൽ അങ്ങോട്ട് കയറ്റി തന്നെയല്ല. അപ്പം ഇതാണ് ഒരു വിശേഷം. പിന്നെ ഉള്ളത് ക്ലോക്ക്. ഇത് കാണിച്ചുള്ള സംഭവങ്ങൾ ഇതൊക്കെ തന്നെ നമുക്കുള്ളൂ. അത് ക്ലോക്കിന്റെ സിസ്റ്റം റെയിൽവേ ക്ലോക്ക് ആണ്. ക്ലോക്കൊക്കെ നമ്മൾ ഇങ്ങനെ നെറ്റിലൊക്കെ കാണുമ്പോൾ അതെ, എവിടെയൊക്കെ നമ്മൾ എങ്ങനത്തെ ക്ലോക്ക് കാണാം, 2 സൈഡ് ക്ലോക്ക്. സാധാ ക്ലോക്ക് എല്ലായിടത്തും നമ്മൾ കണ്ടു പഴകിയത്. അപ്പൊ നിങ്ങൾക്ക് അവിടെ കാണാൻ ഒരു ബുദ്ധന്റെ ഫോട്ടോ ഉണ്ട്. ആ ബുദ്ധന്റെ ഫോട്ടോ വരെ ഞങ്ങൾ ആദ്യം പ്ലാൻ ചെയ്ത് വെച്ചാൽ ഇങ്ങനെ ഒരു ചുമര് വരും, ആ ചുമരിൽ ഞങ്ങൾ ഇങ്ങനെ ഒരു ബുദ്ധനെ കയറ്റും. അതാണ് ഞാൻ പറഞ്ഞത്, ഞങ്ങൾക്ക് ബുദ്ധൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊരു വീക്ക്നെസ് ആണ്. ഇത് നമ്മൾ റെയിൽവേ ക്ലോക്ക് വേണം എന്ന് വെച്ചിട്ട് സാധാ ക്ലോക്ക് എല്ലായിടത്തും കാണുന്നല്ലേ, അജന്ത അതൊക്കെ എല്ലായിടത്തും കാണാനാണ്. മറ്റേ മണിയടിക്കുന്നത്, കിളി പുറത്തേക്ക് വരുന്നത്, ചാടുന്നതൊക്കെ വേണ്ട എന്നുള്ള രീതിയിൽ. പിന്നെ ഒരു ഏരിയയും ചുമരും ഒഴിവാക്കി ഇടണ്ട, ഒഴിഞ്ഞ് കിടക്കണ്ട എന്നുള്ളത് കൊണ്ട് നമ്മൾ എല്ലാ സ്ഥലത്തൊക്കെ അതൊക്കെ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഞങ്ങൾ വാങ്ങിച്ചിരിക്കുന്നത് ഹൈലൈറ്റ് മാള് നമ്മുടെ ഹോം സെന്ററിൽ വെച്ചിട്ടാണ്. അന്നൊക്കെ ചില ഭയങ്കര ഹോം സെന്ററിൽ ഇടയ്ക്കിടയ്ക്ക് എന്താ പറയുക, ഇടയ്ക്ക് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് നമുക്കത് ഭയങ്കര എന്താ പറയുക, ഒരു ഹെൽപ്ഫുൾ ആയിരുന്നു ആ ഒരു സമയത്ത്. പിന്നെ ഇങ്ങനെ ഒരു ഡിവൈഡിങ് ഞങ്ങൾ വെച്ചിട്ടുണ്ട്. അത് ഡിവൈഡിങ് കൊണ്ട് വലിയ പേർപ്പസ് ഒന്നുമില്ല, പക്ഷെ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലൊരു തോന്നൽ. അതായത് ഞാൻ ആദ്യം പറഞ്ഞത് ഞങ്ങളുടെ വീട് ഒരൊറ്റ ഹാളും, അതായത് ഡൈനിങ് കം ലിവിങ് ഹാളാണ്. അപ്പം നമുക്ക് എന്താ പറയുക, നമ്മുടെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് ഒരു ഡിവൈഡിങ് ആയിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു, ഈ ജാലിക്കെട്ട് വെച്ചിട്ട് തന്നെ ചെയ്തു. അപ്പം ഉള്ള സ്ഥലത്തൊക്കെ ആദ്യം ചെടിയാണ് അവിടെ തൂക്കിയിരുന്നത്. പക്ഷെ കുറച്ചും കൂടി എന്താ പറയുക, സഫിക്കേഷനും കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ടായിരിക്കും ചെടി വല്ലാതെ ലാസ്റ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനത്തെ റാന്തലിംഗ് സിസ്റ്റങ്ങളൊക്കെ വെച്ചിരിക്കുന്നത്. ഈ റാന്തലൊക്കെ സത്യം പറഞ്ഞാൽ എല്ലാം ഹൈലൈറ്റ് മാൾ ഹോം സെന്ററിൽ വെച്ചിട്ടാണ്. പിന്നെ കാണുന്നത് ഗണപതി അല്ലേ, അതല്ല എന്താണ് കഥകളി, ഗണപതി അല്ല കഥകളി, മാറിപ്പോയി. കഥകളി ഇതും ഞാൻ പറഞ്ഞ പോലെ തന്നെ കഥകളി നമ്മുടെ ഉണ്ണിക്കണ്ണൻ ഒക്കെ ഗുരുവായൂർ പ്രോഡക്ട്സ് ആണ്. ഇങ്ങനെയൊക്കെ എത്ര കാലം ആ പെട്ടിക്കകത്ത് നിന്നിട്ടുണ്ടല്ലേ, ഏകദേശം ഒരു കൊല്ലത്തോളം. സാധാരണ എല്ലാവരും ഗുരുവായൂരപ്പനെ കാണാൻ ഗുരുവായൂർക്ക് പോലെ ഗുരുവായൂർ പോകുന്നത് ഇതിന്റെ ഒരു ഉദ്ദേശത്തോട് കൂടിയിട്ടാണ്. അതായത് നമുക്ക് എങ്ങനെ കാണണം, നമ്മൾ അങ്ങനെ ചെയ്തിരിക്കുന്നത് ഭയങ്കരമായിട്ട് എന്താ പറയാ, വലിയ സംഭവമായിട്ട് പ്ലാനിങ് നടത്തിയെന്നല്ല പറയുന്നത്. പക്ഷേ ഞങ്ങൾ സത്യം പറയാം, ഞങ്ങളുടെ ഈ ഒരു നമ്മുടെ ഒരു ലിമിറ്റഡ് റിസോഴ്സിൽ നമ്മുടെ ഒരു നമ്മൾ അറിയാലോ നമ്മൾ എന്താന്നുള്ളത്, ആ ഒരു സിസ്റ്റത്തിൽ നമ്മളെ കൊണ്ട് കഴിയാവുന്നതിൻ്റെ ഒരു മാക്സിമം അത് ഞങ്ങൾ രണ്ടുപേരും ചെയ്തു എന്നുള്ളത് ഞങ്ങൾക്ക് നല്ല വിശ്വാസമുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ രണ്ടുപേരും ഭയങ്കര ഹാപ്പിയാണ്, സാറ്റിസ്ഫൈഡ് ആണ്. അതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ സംഭവമാക്കി വന്ന് പറയുന്നത്, അല്ലാതെ വേറെ സംഭവമായിട്ടൊന്നുമല്ല. വേറെ കാര്യം കൂടിയുണ്ട്, ഞങ്ങളുടെ വീടിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഞങ്ങളുടെ വീട് മീഡിയ വൺ ചാനലിലും കൂടി വന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ എന്താ പറയാ, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് തരാം. സ്മാർട്ട് ഹോമിൽ ഒരു വട്ടം വന്നിട്ടുണ്ട് നമ്മുടെ വീട്. അപ്പൊ അത് നിങ്ങൾ കണ്ടു നോക്കാം. എപ്പിസോഡ് 41 ആണ്. അപ്പൊ അതും കൂടി കണ്ടു നോക്കിയാൽ, ഞാൻ പൊതുവെ എല്ലാവരും ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്നവരാണെങ്കിലും ഏട്ടന്റെ ഫ്രണ്ട്സ് ആണെങ്കിലും ഒക്കെ പറയും, ഈ ചെറിയ വീട് എന്ന് പറയുമ്പോൾ ഈ വീട് കണ്ടപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഒരു ആഗ്രഹം തോന്നി. അതായത് 4 സെന്റിലും അല്ലെങ്കിൽ 2 സെന്റിലും വരെ വീട് ഉണ്ടാക്കാം എന്ന് പറഞ്ഞപ്പോൾ
അവർക്കൊക്കെ ഒരു ഇൻട്രസ്റ്റ് തോന്നി. അപ്പം സ്വാഭാവികമായിട്ട് ഇപ്പൊ പലരും അതിലേക്ക് ഓടണല്ലേ. ഇപ്പൊ ഒരു 10 സെന്റ് ഇപ്പൊ ഈ വീട് തന്നെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാൻ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്, ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ ഡെയിലി അത് ക്ലീൻ ചെയ്ത് നമ്മൾ ഇങ്ങനെയൊക്കെ സെറ്റ് ചെയ്താൽ മാത്രം പോരാ, അത് ഡെയിലി എന്ത് ചെയ്യണം, അത് ക്ലീൻ ചെയ്യും വേണം. അല്ല നമ്മൾ ചെയ്തൊരു കാര്യത്തിന് നമ്മൾ അത് റിസൾട്ട് എപ്പോഴും നിൽക്കണമെന്നുണ്ടെങ്കിൽ എവർ ലാസ്റ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് വർക്ക് ചെയ്യണം അല്ലേ. അടുത്ത ചുമൽ ഈ ഒരു കുഞ്ഞു ഏരിയ അത് ഞങ്ങൾ ഒന്നിനും എന്താ പറയുക ഒഴിവാക്കിയിട്ടില്ല. പിന്നെ ഇത് ഞങ്ങളുടെ കിച്ചണിലേക്കുള്ള ഡോറാണ്. ഇത് ഞങ്ങളുടെ സിൽക്കിയാണ്. ഇയാളെ ഇതേപോലെ എക്വേറിയം വെക്കാനായിട്ട് നമുക്ക് പ്രത്യേകിച്ച് വേറെ ഏരിയ ഒന്നുമില്ല. എക്വേറിയം വേണമെന്നുള്ളൊരു ആഗ്രഹം കൂടി മനസ്സിലുള്ളത് കൊണ്ട് തന്നെ എന്ത് ചെയ്തു, ചെറിയൊരു ബൗള് വാങ്ങിച്ചു. ഇങ്ങനെ ഒരു കുപ്പിയിലെ വെള്ളമൊക്കെ മാറ്റാനായിട്ടുണ്ട്. ഇതാ സിൽക്കിയാണ്. ഇതാണ് ഞങ്ങളുടെ സിൽക്കി. ഈ കാണുന്നതാണ് നമ്മുടെ താഴെ ഒരു ബെഡ്റൂമേ ഉള്ളൂ, മുകളിലാണ് 2 ബെഡ്റൂം ഉള്ളത്. താഴെ ഒരു ബെഡ്റൂം അറ്റാച്ച്ഡ്, പിന്നെ ഒരു കോമൺ ബാത്റൂമാണുള്ളത്. അപ്പം ഇത് താഴത്തെ ബെഡ്റൂമാണ്. നമ്മൾ അധികം യൂസ് ചെയ്യാറൊന്നുമില്ല സത്യം പറഞ്ഞാൽ, അച്ഛനും അമ്മയും ആരെങ്കിലുമൊക്കെ വരുമ്പോഴാണ് കിടക്കാറ്. പിന്നെ ഇതാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ. ഇങ്ങനത്തെ വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്ത് വെച്ച്. അപ്പോൾ നമ്മൾ മുകളിലോട്ട് പോകുമ്പോൾ നമ്മുടെ ഫസ്റ്റ് ലാൻഡിങ് ഏരിയ ആണിത്. അപ്പോൾ ഈ ലാൻഡിങ് ഏരിയ ആകുമ്പോഴേ നമുക്ക് ആകെ കുറച്ച് സ്ഥലം ഉള്ളതുകൊണ്ടുള്ള സാധനങ്ങളൊക്കെ എവിടെ വെക്കണമൊക്കെ ഉള്ളതുകൊണ്ട് ഇതാണ് പർഗോള. ഈ പർഗോളയിൽ ഞങ്ങൾ ഗ്ലാസ്സസ് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. നമ്മൾ ഫുൾ യൂസ് ചെയ്തിരിക്കുന്നത് കളേർഡ് ഗ്ലാസ് ആണ്. അതായത് നമ്മൾ ഈ പള്ളികളിലൊക്കെ കാണുന്ന ടൈപ്പിലുള്ള റെഡ് ആൻഡ് യെല്ലോ, ഗ്രീൻ, ബ്ലൂ അങ്ങനെയുള്ള എല്ലാ ഷെയ്ഡ്സുള്ള ഗ്ലാസ് വെച്ചിട്ടാണ് നമ്മൾ നമ്മുടെ പർഗോള. വെയിലത്തൊക്കെ നല്ല ക്ലാസ് ലുക്കാണ്. ദൂരത്ത് നിന്ന് കാണുമ്പോൾ അങ്ങനെ വെള്ളം ചേർക്കും. രാവിലെ പകലാണെങ്കിലും സൂര്യപ്രകാശം കാര്യങ്ങളൊക്കെ വരുമ്പോൾ നല്ല എന്താ പറയുക, നമുക്കൊരു എന്താ പറയുക ഒരു പോസിറ്റീവ് വൈബ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. കാരണം രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ ആ സൺറൈസ് ഒക്കെ നമ്മുടെ വീട്ടിലും അകത്തേക്കൊക്കെ വന്നു വീഴുമ്പോൾ കളേർഡ് ആയിട്ടുള്ള കമ്പളങ്ങൾ വരുമ്പോൾ സൂപ്പർ സംഭവമാണത്. അത് നമ്മുടെ മുകളിലെ സീലിംഗ് ഒക്കെ നിങ്ങൾക്ക് കാണാം. സീലിംഗ് ഒക്കെ നമ്മൾ ചെയ്തിരിക്കുന്നത് ജിപ്സം വർക്ക് വെച്ചിട്ടാണ്. പിന്നെ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് മാക്സിമം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റാവുന്ന രീതിയിൽ നമ്മൾ ഇതിനെ ക്ലാസ് ആക്കാൻ നോക്കിയിട്ടുണ്ട്. പിന്നെ ഈ കാണുന്നതാണ് നമ്മുടെ താഴെ നമുക്ക് ചെറിയൊരു ടി വി വെക്കാനുള്ള സ്പേസ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞു മനുഷ്യന്റെ മനസ്സെന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമാണല്ലേ, ആഗ്രഹങ്ങൾക്ക് ഒന്നും ഇതില്ല. അങ്ങനെ ഞങ്ങൾക്ക് തോന്നിയൊരു ആഗ്രഹമായിരുന്നു വലിയൊരു ടി വി വേണം എന്നുള്ളത്. അങ്ങനെ വലിയൊരു ടി വി വെച്ചു. പക്ഷേ ഈ വലിയൊരു ടി വി കാണാൻ മാത്രം നേരമില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. അപ്പം ഞങ്ങൾ ഇങ്ങനെ റിസൈൻ ചെയ്തൊരു ടി വി എന്താ പറയുക അങ്ങനത്തെ ഒരു ഏരിയ ആണിത്. മ്യൂസിക് സിസ്റ്റവും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പം ഇങ്ങനെയാണ് സംഭവങ്ങളുള്ളത്. ടി വി, മ്യൂസിക് സിസ്റ്റം നമ്മളെ ഒക്കെ ആയിട്ട് ഇതൊക്കെ പിള്ളേരുടെ പണിയാണ്. ഉള്ള സംഭവങ്ങളൊക്കെ നമ്മളിങ്ങനെ ഇങ്ങനെ ഡംപ് ചെയ്ത് വെക്കുകയാണ് കാരണം. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ എന്താ പറയുക മാസ്റ്റർ ബെഡ്റൂം എന്ന് പറയുന്നത്. അപ്പം സീലിംഗ് നമ്മൾ ഫുള്ള് വീടും സീലിംഗ് ഫോൾ സീലിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതിൽ മെയിൻ റീസൺ ഇത് തന്നെയാണ്. കുറച്ചും കൂടി നോർമൽ നമ്മൾ ഒന്നും ചെയ്ത് പ്ലെയിൻ ആയിട്ട് ഇടുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു വീടിന് വലിയൊരു പ്രത്യേകത ആണ്. ആസ് യൂഷ്വൽ വീടുകളെ പോലെ തന്നെ ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഒരു സാധാ വീട്, സ്വാഭാവികമായിട്ടും വീട് എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു പോസിറ്റീവ് വൈബ് നമുക്ക് ഉണ്ടായിരിക്കണം. ആ വീടിനോട് എന്താ പറയുക ഒരു പ്രേമം എപ്പോഴും തോന്നിക്കൊണ്ടിരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും വീടിന് റിച്ച് ലുക്ക് ആക്കണം എന്നുള്ളൊരു ആഗ്രഹം. റിച്ച് ലുക്ക് എന്ന് പറഞ്ഞാൽ വലിയ കുഴപ്പമൊന്നുമില്ല, LED കാര്യങ്ങളായതുകൊണ്ട് വല്ലാതെ കറണ്ട് ബില്ലും കാര്യങ്ങളും വരുമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും വരില്ല. ആണ് കിഡ്സിൻ്റെ റൂമിൽ ഞാൻ പറയാം നമ്മൾ സ്പേസ് കുറച്ചും കൂടി എന്താ പറയുക അവരുടെ റൂമിൽ അവരുടെ സ്റ്റഡി ടേബിൾ വെക്കണം, കമ്പ്യൂട്ടർ വെക്കണം, അങ്ങനത്തെ ഒരുപാട് ആവശ്യങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ബെഡിനായിട്ടൊരു സ്പേസ് കൂടുതൽ സ്പെൻഡ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ അത് നമുക്ക് മാക്സിമം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാന്നുള്ളതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, ഡബിൾ ഡെക്കർ ബെഡ് അങ്ങോട്ട് ആക്കി. സ്വാഭാവികമായിട്ടും രണ്ടുപേരും ഹാപ്പിയാണ്, രണ്ടുപേർക്കും എന്താ പറയുക ഒരു പ്രൈവസി ഇപ്പം എന്തായാലും ഇല്ല. കാരണം രണ്ടുപേരും അത്യാവശ്യം ചെറിയ മക്കളായതുകൊണ്ടാണ് ഞങ്ങളൊപ്പം തന്നെയാണ് കിടന്നുറങ്ങുക. പക്ഷെ ഭാവിയിലേക്ക് കുറച്ചും കൂടി വലിയ കുട്ടികളായി കഴിഞ്ഞാൽ അവർക്ക് അവരുടേതായ ഒരു പ്രൈവസിയിലേക്ക് കിടക്കുന്ന സമയത്ത് ഒറ്റയ്ക്ക് കിടക്കണം എന്നൊക്കെ ഒരു തോന്നൽ വന്നു കഴിഞ്ഞാൽ അവർക്ക് യൂസ് ചെയ്യാന്നുള്ള രീതിയിൽ ഞങ്ങൾ ഓൾറെഡി ഡബിൾ ഡെക്കർ. പിന്നെ പെൺകുട്ടികളായതുകൊണ്ട് അപ്പുറത്ത് മുകളിലും കിടക്കണം വലിയ ഇഷ്യൂസും വരുന്നില്ല. അപ്പം ഞങ്ങൾ അങ്ങനെ ചിന്തിച്ചു. അപ്പം ഇത് ഡബിൾ ഡെക്കറിൻ്റെ അവരുടെ ബെഡാണ്. അപ്പം അല്ലാതെ കിടക്കുന്നൊന്നുമില്ല അവർ. ഇപ്പം എന്താ പറയുക, അവർ മെയിൻലി സ്റ്റഡി മാത്രം ഇവിടെ നടക്കുന്നുള്ളൂ. പിന്നെ ബുക്ക് ഷെൽഫ് ഇല്ല, അത് നമുക്ക് സ്പേസ് വല്ലാതെ ഇല്ലാതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഒരു സംഭവമാക്കിയിട്ടാണ് മാക്സിമം ബുക്ക് ഷെൽഫും ബുക്സൊക്കെ ഉള്ളത് കുറച്ച് ഇതിലേക്ക് ആക്കി വെച്ചിരിക്കുന്നത്. ഒരു കമ്പ്യൂട്ടർ, ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു റൂമിൽ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ആസ് യൂഷ്വൽ സീലിംഗ് നമ്മൾ അതേപോലെ തന്നെ എല്ലാ റൂമിലും നമ്മൾ സീലിങ്ങും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതാണ് എന്താ ഷാൻഡ്ലിയർ അല്ലേ? ഷാൻഡ്ലിയറിന്റെ കാര്യമൊന്നും പറയണ്ട. ഇത് ഞാൻ പറഞ്ഞു, ഇതിന് വേണ്ടിയിട്ടാണ് സത്യം പറഞ്ഞാൽ ഞങ്ങൾ ചെന്നൈയിലോട്ട് പോയത്. ചെന്നൈയിൽ പാരീസ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്,
ഒരു മാർക്കറ്റ് ഏരിയ. ആ പാരീസിൽ നിന്ന് വാങ്ങിച്ചതാണ് ഈ സംഭവം. ഈ ഒരു എന്താ ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾ ഇവിടെ കോട്ടയ്ക്കലൊക്കെ നമ്മൾ ഒരുപാട് അന്വേഷിച്ച് നടന്നു. കോട്ടയ്ക്കലൊന്നും പലയിടത്തും നമ്മൾ ചോദിച്ചു. പക്ഷേ ഈ ഒരു ടൈപ്പ് അധികം ഇപ്പം മിക്ക ഷോപ്പിലും എങ്ങനെയാ വെച്ചാൽ നമ്മളെ കണ്ടംപററി ആയിട്ടുള്ള വീടുകളിൽ യൂസ് ചെയ്യാവുന്ന ടൈപ്പുള്ള ഹാങ്ങിങ്സ് ആണുള്ളത്. അതായത് കുറെ ഇങ്ങനെ ബൾബും കളേർഡ് ആയിട്ടുള്ള ബൾബ്സും കാര്യങ്ങളും LED സംഭവം. അപ്പൊ നമുക്ക് അതൊന്നും വേണ്ട, ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ക്ലാസ് സാധനം വേണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോഴാണ് ചെന്നൈയിൽ ഇങ്ങനെ സംഭവം ഉണ്ട്. പാരീസ് എന്ന് പറഞ്ഞ സ്ഥലമാണ്. പാരീസ് എന്ന സ്ഥലത്തിന് നിങ്ങൾക്ക് എപ്പോഴും പോകാൻ പറ്റുമെങ്കിൽ പോയിക്കോളൂ. അടിപൊളി സംഭവങ്ങളാണ്. നമുക്ക് നല്ല ചീപ്പ് റേറ്റിൽ സാധനങ്ങൾ കിട്ടും. ഇലക്ട്രോണിക്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ എന്താ പറയാ ബൾബ് അങ്ങനത്തെ എല്ലാ കാര്യങ്ങൾക്കും വളരെയധികം എന്താ പറയുക അത്യാവശ്യം നല്ല റേറ്റിൽ നല്ല സാധനം തന്നെ നമുക്ക് കിട്ടും. അപ്പം ഈ ഷാൻഡ്ലിയറിന് വേണ്ടിയിട്ട് ഞങ്ങൾ ചെന്നൈയിലോട്ട് പോയി. ആ ഷാൻഡ്ലിയറിന്റെ കൂടെ തന്നെ ബാക്കി കുറേ സാധനങ്ങളായിട്ട് കയറ്റി വന്ന്. അപ്പൊ ഇതാണ് ഞങ്ങളുടെ എന്താ പറയാ ഒരു ആകെ മൊത്തത്തിൽ നിങ്ങൾക്ക് കാണിച്ചു തരാവുന്ന ഒരു കുഞ്ഞ് ഇന്റീരിയർ. ബാക്കി സ്റ്റെയറും കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ ഒരു വീടിന്റെ ഇന്റീരിയറിന്റെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് മുഴുവനായിട്ട് പകർത്താൻ സാധിച്ചു എന്ന് വെച്ചാൽ ഒരു പരിധിവരെ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ഇത്രയും പറഞ്ഞിരിക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ പുതിയതായിട്ട് വീട് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് ആകെ കുറച്ച് സ്ഥലമുള്ളൂ, ഞങ്ങൾക്ക് ഇപ്പം ഇങ്ങനെയൊക്കെ വീട് ചെയ്യാൻ പറ്റും എന്ന് ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ അവർ എന്ത് ചെയ്യുക, തീർച്ചയായിട്ടും ഞങ്ങളുടെ ഈ വീഡിയോ കാണാം. അതിനൊപ്പം തന്നെ ഞാൻ പറഞ്ഞത് ഞങ്ങളുടെ വീടിന്റെ എന്താ പറയുക മീഡിയ വൺ ചാനലിൽ വന്നിട്ട് കംപ്ലീറ്റ് ആയിട്ട് അതിൽ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. അപ്പം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, തീർച്ചയായിട്ടും അത് കണ്ടു നോക്കൂ. ഉപകാരപ്പെടും, തീർച്ചയായിട്ടും അത് ഉപകാരപ്പെടുന്നതായിരിക്കും. അപ്പം ഇന്നത്തെ ഈ ഒരു വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ പറയണ്ടല്ലോ, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, പറ്റുമെങ്കിൽ ഒന്ന് കമൻറ്റും ചെയ്തേക്ക്, ഒന്ന് സബ്സ്ക്രൈബും ചെയ്തേക്ക്. അപ്പോൾ അടുത്ത വിശേഷങ്ങളുമായിട്ട് നമുക്ക് കാണാം. ടിൽ ദെൻ ബൈ ബൈ.